Hi everyone, welcome to Logic System Design. In this topic, we will discuss how we can implement a combinational circuit by using the decoder. നമ്മൾ ഡീകോഡർ യൂസ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ആർ എ നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇൻ ദ കോമ്പിനേഷണൽ സർക്യൂട്ട് ദർ വിൽ ബി എ ലോട്ട്സ് ഓഫ് ലോജിക് ഗേറ്റ്സ്. നമ്മളൊരു പെർട്ടിക്കുലർ കോമ്പിനേഷണൽ സർക്യൂട്ട് എടുക്കുന്ന സമയത്ത് ദർ വിൽ ബി എ നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഡീകോഡർ വെച്ചിട്ട് ആ ഒരു സെയിം കോമ്പിനേഷണൽ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡീകോഡറിൻ്റെ ICs നമുക്ക് അവൈലബിൾ ആണ്. വി ക്യാൻ റീപ്ലേസ് ഓൾ ദ ലോജിക് ഗേറ്റ്സ് ബൈ യൂസിങ് എ സിംഗിൾ ഡീകോഡർ IC. Okay, that is the main advantage. So we can replace the number of gates by using a single IC. So the size of the circuit will be reduced, also the cost will be reduced. That is the main advantage. Then ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫുൾ ആഡ് സർക്യൂട്ടിനെ ഒരു ഡീകോഡർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകാമെന്നാണ്. ഓക്കെ, ഇതൊരു ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഫുൾ ആഡറിനകത്ത് നമുക്കറിയാം 3 ഇൻപുട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക, A, B and C, ആൻഡ് ദ ഫുൾ ആഡർ വിൽ ആഡ് ദീസ് 3 ബിറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസസ് 2 ഔട്ട്പുട്ട്സ്, സം ആൻഡ് ക്യാരി. ഓക്കെ, ഈ ഒരു ഫുൾ ആഡർ നമുക്ക് ഡീകോഡർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ എത്ര ഇൻപുട്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് 3 ഇൻപുട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 ലൈൻ ടു 8 ലൈൻ ഡീകോഡർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. 3 into 8 decoder or 3 line to 8 line decoder ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ദർ ആർ 3 ഇൻപുട്സ് അവൈലബിൾ ഇൻ ദ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇതിനകത്ത് 3 ഇൻപുട്സ് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇൻപുട്സ് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 3 ഇൻപുട്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കണം. ദെൻ 3 line to 8 line decoder ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ദ 3 ഇൻപുട്സ് ആർ A, B and C. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഇൻപുട്സ് അവൈലബിൾ ആണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും? 2⁻3, അതായത് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. ദെൻ ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഓരോ ഔട്ട്പുട്ട്സ് അവൈലബിൾ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണ് നമുക്ക് 3 into 8 എന്നുള്ളൊരു ഡീകോഡർ നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, ഓരോ ഔട്ട്പുട്ട്സിന് ഞാൻ ഇവിടെ നമ്പർ ചെയ്യാണ്. 0th ഔട്ട്പുട്ടാണ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, 5th, 6th and 7th, അങ്ങനെ 8 ഔട്ട്പുട്ട്സ് ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഡീകോഡർ ചൂസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് 2 ഔട്ട്പുട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് എഴുതണം. എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് ഓൾജിബ്രായിക് ഇക്വേഷൻ ആയിട്ടല്ല എഴുതേണ്ടത്, മിൻ ടേംസിൻ്റെ രൂപത്തിലായിരിക്കണം ആ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് എന്തൊക്കെയാണ് വരിക. ഇവിടെ വരുന്നത് M0 ആയിരിക്കും. 001 എന്ന് പറയുന്നത് M1 ആയിരിക്കും. നെക്സ്റ്റ് M2, M3, M4, M5, M6 and M7. These are the min terms corresponding to each combination. Then we have to write the expression corresponding to sum and carry in terms of these min terms. Okay, എങ്ങനെയാണ് min terms ൻ്റെ ഫോമിൽ നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുക? S is equal to സിഗ്മ M ഓഫ് S എവിടേക്കാണ് 1 ആവുക എന്ന് നോക്കുക. ഏതൊക്കെ മിൻ ടേംസിന് കറസ്പോണ്ടിങ് ആണ് S 1 ആവുന്നത് അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, S is equal to 1 for M1. Then S is equal to 1 for M2. Then S is equal to 1 for M4. S is equal to 1 for M7. Okay, ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ് വരുന്നുണ്ടായിരിക്കുക? C is equal to സിഗ്മ M of M3, M5, M6 and M7. ഓക്കെ, ഇതാണ് ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇതിനകത്ത് എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടോ ആ ഔട്ട്പുട്ട്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ഓർ ഗേറ്റ്സ് യൂസ് ചെയ്യണം. ഇതിനകത്ത് 2 ഔട്ട്പുട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ 2 ഓർ ഗേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഓരോ ഓർ ഗേറ്റും ഓരോ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓർ ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ദ ഒറിജിനൽ ഔട്ട്പുട്ട്, സം ആൻഡ് ക്യാരി. ദെൻ ഈ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടും ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ മിൻ ടേംസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓരോ മിൻ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ഔട്ട്പുട്ട്സ് ഉണ്ടായിരിക്കും ഡീകോഡറിൽ. അതായത് 0 മുതൽ 7 വരെയ്ക്കാണ് നമ്മുടെ മിൻ ടേംസ് വരുന്നത്. നമുക്ക് ഔട്ട്പുട്ടിൽ ഏതൊക്കെ ടെർമിനൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? 0 മുതൽ 7 വരെയ്ക്കുള്ള ഔട്ട്പുട്ട് ടെർമിനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഓരോ മിൻ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട്സ് അവൈലബിൾ ആണ് അല്ലേ. ദെൻ വി ഹാവ് ടു കണക്ട് ദീസ് ഔട്ട്പുട്ട്സ് കറസ്പോണ്ടിങ് ടു ഈച്ച് മിൻ ടേം ടു ദ ഇൻപുട്ട് ഓഫ് ഓർ ഗേറ്റ്. സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് ഏതൊക്കെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ടെർമിനൽസ് എടുത്തിട്ട് നമുക്ക് ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ 1, 2, 4, 7 ആണ് സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് വരുന്നത്. സോ വി ഹാവ് ടു കണക്ട് ദ ഔട്ട്പുട്ട്സ് 1, 2, 4 and 7 as the input of OR gate which produces a sum.
സമ്മ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് 1 2 4 7 എന്നുള്ള മിൻ ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ക്യാരിയാണ്. ക്യാരിക്ക് കറസ്പോണ്ടിങ് ഏതൊക്കെയാണ് മിൻ ടേംസ് വരുന്നത്? 3 5 6 7 ആണ് അല്ലേ. 3 5 6 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഔട്ട്പുട്ട് ടെർമിനൽസും നമ്മൾ ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, 3 5 6 ആൻഡ് 7. ഓക്കെ, ഇതായിരിക്കും ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡയഗ്രാം വരുന്നത്. ഓക്കെ, അതായത് ഒരു ഡീകോഡർ യൂസ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് ഇൻപുട്ട്സ് ഇൻ ദ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷണൽ സർക്യൂട്ട് നമുക്ക് ഡീകോഡർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്ത് എത്ര ഇൻപുട്ട് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഡീകോഡർ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡീകോഡർ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഇവിടെ 3 ഇൻപുട്ടുള്ളൊരു കോമ്പിനേഷൻ സർക്യൂട്ടാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 ഇൻപുട്ടുള്ളൊരു ഡീകോഡറാണ് ചൂസ് ചെയ്തത്. ഓക്കെ, ദെൻ എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടെന്ന് നോക്കുക. ഓരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ എത്ര ഔട്ട്പുട്ട് ഉണ്ടോ അത്ര ഓർ ഗേറ്റ്സ് നമുക്ക് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഓരോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഓരോ ഓർ ഗേറ്റിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിയൽ ഔട്ട്പുട്ട് ആയിരിക്കും. നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ റിക്വയർഡ് ഔട്ട്പുട്ട്സ് ആയിരിക്കും ഓർ ഗേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഓർ ഗേറ്റ്സിൻ്റെ ഇൻപുട്ടിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ മിൻ ടേംസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഔട്ട്പുട്ട്സ് അവൈലബിൾ ആണ് അല്ലേ. ഇവിടെ നോക്കുക 0 to 7 വരെയാണ് നമ്മുടെ മിൻ ടേംസ് വരുന്നത്. 3 ഇൻപുട്ട് ഉള്ള ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിൽ 0 to 7 വരെയാണ് മിൻ ടേംസ് വരുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 0 to 7 വരെയുള്ള ഔട്ട്പുട്ട്സ് അവൈലബിൾ ആണ്. കാരണം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 3 ഇൻപുട്ടിൻ്റെ ഡീകോഡറാണ്. 0 to 7 വരെയുള്ള ഔട്ട്പുട്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് ഓരോ മിൻ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ടെർമിനൽ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. ദെൻ we have to connect the output terminals which corresponding to each min term to the input of OR gates. Okay,